കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊന്നു. ഗാന്ധിനഗർ സ്വദേശി ശ്രീകാന്താണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും മേഘന മുരളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മേഘന, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് ഈ ബീച്ച് ഭാഗത്തുള്ള പണിക്കർ റോഡിൽ ഇന്ന് പുലർച്ചയോടെ നാട്ടുകാരാണ് ഈ കൊല്ലപ്പെട്ട ശ്രീകാന്തിനെ വെട്ടിയ നിലയിൽ ചോര വാർന്ന നിലയിൽ റോഡ് സൈഡിൽ കാണുന്നത്. ഇത് പ്രധാനമായും ഇപ്പോൾ വെള്ളയിൽ പോലീസാണ് ഇത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു ഓട്ടോയിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവർ ഓട്ടോയിൽ നിന്ന് തന്നെ മദ്യപിക്കുന്നു. ശേഷം അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കത്തി നിലയിൽ കാണുന്ന ഒരു കാർ, ആ കാർ ശ്രീകാന്തിന്റേതാണ്. അത് 2 ദിവസം മുന്നേ തന്നെ ഇവിടെ മറ്റെന്തോ പ്രശ്നങ്ങളുടെ കാരണങ്ങളാൽ ആ പ്രശ്നം എന്താണെന്ന് വ്യക്തമല്ല. പക്ഷേ ആ പ്രശ്നങ്ങളുടെ കാരണങ്ങളാൽ ആ കാർ കത്തിക്കുന്നു. ഈ കാർ കത്തിച്ചെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ രാവിലെ തന്നെ ഈ ഓട്ടോയിൽ തലേ ദിവസം മദ്യപിച്ച് മയങ്ങിക്കിടക്കുകയായിരുന്ന ഒരു സുഹൃത്തിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ മരിച്ച ശ്രീകാന്തും തലേദിവസം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ നാട്ടുകാർ സംഭവ സ്ഥലത്ത് ദൃക്സാക്ഷി, അതായത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടക്കുന്നത് നാട്ടുകാർ കണ്ടിട്ടില്ല. പക്ഷേ മൃതദേഹം കണ്ടിട്ടുള്ള നാട്ടുകാർ പറയുന്നത് ഈ ശ്രീകാന്ത് മുന്നേ തന്നെ ഇവിടെ ഈ കാറ് കത്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പ്രതി, അതായത് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിയ പ്രതി ബൈക്കിൽ പോകുന്നത് ഈ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. എന്തായാലും ACP അടക്കം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വെള്ളയിൽ പോലീസ് ഇത് തുടരന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു അന്വേഷണം നടക്കുകയാണ്. ഇതിൽ എന്താണ് ഒരു പ്രധാനമായും ഈ കൊലപാതകത്തിന്റെ കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. മേഘന, ഈ സംഭവം നടക്കുമ്പോൾ പ്രദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണോ പറയുന്നത്? CCTV അടക്കം പോലീസ് പരിശോധിക്കുകയാണോ? ശ്രുതി, ഈ സംഭവം നടന്നത്, അതായത് ഓട്ടോ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് CCTV മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല, പുലർച്ചെ 2 മണി 3 മണി സമയത്താണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകത്തിൽ ആരും ദൃക്സാക്ഷികളായിട്ടില്ല. പക്ഷേ രാവിലെ പാല് വാങ്ങാനും മറ്റും പോയ നാട്ടുകാരാണ് ഈ ശ്രീകാന്തിനെ വെട്ടിയ നിലയിൽ അന്നേരം ജീവൻ ഉണ്ടായിരുന്നു എന്നും പറയുന്നു ഈ സംഭവ സ്ഥലത്ത് കാണുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിയെങ്കിലും ശ്രീകാന്തിനെ രക്ഷിക്കാനായില്ല. ഈ കാറ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആണ് എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. മറ്റൊരു കാര്യം, എലത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കൊലപാതക കേസിലെ പ്രതി കൂടിയാണ് ഈ കൊല്ലപ്പെട്ട ശ്രീകാന്ത്. അവനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ് ഈ കൊല്ലപ്പെട്ട ശ്രീകാന്ത് എന്നും പോലീസ് പറയുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊന്നിരിക്കുന്നു. ഗാന്ധിനഗർ സ്വദേശി ശ്രീകാന്താണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമായിട്ടില്ല. സംഭവ സമയം ദൃക്സാക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല. വെട്ടിപ്പരിക്കേൽപ്പിച്ച സമയം ജീവൻ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളെ രക്ഷിക്കാനായില്ല. ഇയാൾ ഒരു കൊലക്കേസ് പ്രതിയാണെന്നും പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. വിവരങ്ങളാണ് മേഘന മുരളി നൽകിയത്.